സോ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിമൈനിങ് ഉള്ള രണ്ട് കേസസ് ആണ്, അതായത് അക്യുസാറ്റീവും ഡാറ്റീവും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എ വണ്ണിൽ മൊത്തമായിട്ടുള്ളത് 3 കേസസ് ആണ്. ഒന്ന് നോമിനേറ്റീവ്, അടുത്തത് അക്യുസാറ്റീവ്, അടുത്തത് ഡാറ്റീവ്. നോമിനേറ്റീവ് എന്ന് വെച്ചാൽ സബ്ജക്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, അക്യുസാറ്റീവ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്, ഡാറ്റീവ് എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. സോ എങ്ങനെ നോമിനേറ്റീവിൽ ബെസ്റ്റിംറ്റർ, ഉൺബെസ്റ്റിംറ്റർ, അതുപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ അക്യുസാറ്റീവിലും ഉണ്ട്, ഡാറ്റീവിലും ഉണ്ട്. സോ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അക്യുസാറ്റീവ് കേസസ് ആണ്. അക്യുസാറ്റീവ് കേസസിൽ ഞാൻ എടുത്തിരിക്കുന്നത് മാസ്കുലിൻ ആണ്. സോ എങ്ങനെ നോമിനേറ്റീവിൽ ബെസ്റ്റിംറ്റർ, ഉൺബെസ്റ്റിംറ്റർ, അതുപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നോ അക്യുസാറ്റീവിലും ആ സെയിം ആർട്ടിക്കിൾ ഉണ്ട്. സോ നോമിനേറ്റീവിൽ ബെസ്റ്റിംറ്റർ ദെറായിട്ടല്ല ഇരുന്നത്, പക്ഷേ അക്യുസാറ്റീവിൽ ദെന്നാണ്. അക്യുസാറ്റീവ് ദെന്നാണ്. അക്യുസാറ്റീവിൽ മാസ്കുലിൻ മാത്രമേ മാറുന്നുള്ളൂ. ദെറിന്നിരുന്നത് ഇവിടെ ദെന്നായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ഐ നെന്നാണ്. ബെസ്റ്റിംറ്റർ ദെന്നാണ്, ഉൺബെസ്റ്റിംറ്റർ ഐ നെന്നാണ്. അതുപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾ കൈ നെന്നാണ്. സോ ഈ രണ്ടിൻ്റെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ദെറായിട്ടുണ്ട്, ഇവിടെ ദെന്നാണ്. ഇവിടെ ഐനാണ്, ഇവിടെ ഐ നെൻ, കൈനൻ. ഇപ്പോൾ നോമിനേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഏതൊരു ചേഞ്ചും ഇല്ല. നോമിനേറ്റീവിൽ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ദസ് ആണ്, ഉൺബെസ്റ്റിംറ്റർ ഐൻ, നെഗേഷൻ ആർട്ടിക്കിൾ കൈൻ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫെമിനൈൻ നോക്കുകയാണെങ്കിൽ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ദി ആണ്. ദി എന്ന് പറയുന്നത് ദേനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ഐന, എ അല്ലെങ്കിൽ ആനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾ കൈനയാണ്. നെഗേഷൻ ആർട്ടിക്കിൾ കൈന എന്ന മീനിങ് എന്താണ്? നോട്ടാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്ലൂറലാണ് നോക്കുന്നത്. പ്ലൂറൽ എന്ന് വെച്ചാൽ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ പ്ലൂറലിൽ ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ വരത്തില്ല. അത് ബേസിക് ആണ്. ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ പ്ലൂറലിൽ വരത്തേ ഇല്ല. സോ പ്ലൂറലിൽ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ദി, ഇവിടെയും ദി ആണ്. ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ വരത്തില്ല. പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കുക, പ്ലൂറലിൽ ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ വരത്തില്ല. അതുപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾ ഇവിടെയും കൈന, ഇവിടെയും കൈന. ഓക്കെ അല്ലേ? സോ ഈ എൻറ്റയർ അക്യുസാറ്റീവ് കേസിൽ ചേഞ്ച് നടക്കുന്നതെന്ന് വെച്ചാൽ മാസ്കുലിനിൽ മാത്രമേ ചേഞ്ച് നടക്കുന്നുള്ളൂ. ഇവിടെ ദെറായിട്ടിരുന്നത് ഇവിടെ ദെന്നായിട്ടുണ്ട്. ഏതിൽ? ബെസ്റ്റിംറ്റർ ആർട്ടിക്കിളിൽ. ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ആണെങ്കിൽ ഐ നെന്നായിട്ടുണ്ട്. ഐ നിന്നിരുന്നത് ഐ നെന്നായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ കൈനിലിരുന്ന് കൈ നെന്നായിട്ട് മാറിയിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, അക്യുസാറ്റീവ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റീവ് ആണ്. ഡാറ്റീവ് കേസ് എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റിനെ പറയുന്നതാണ്. ഡാറ്റീവിൻ്റെ കേസിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻറ്റയർലി കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട്. സോ ആദ്യം മാസ്കുലിൻ്റെ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ നോക്കാം. മാസ്കുലിൻ്റെ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ദേനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ദം ആണ്. മാസ്കുലിനിൽ ദം ആണ് ദേനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ. ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐനം. സോ ദം ആണ്. സോ അതിൻ്റെ എൻഡിങ് ഐനം ആണ്. അതുപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾ വെച്ചാൽ നോട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൈനം. സോ മാസ്കുലിനിൽ ദമ്മായി മാറിയപ്പോൾ ഇ എം, ഈ എൻഡിങ് ഉണ്ടോ, അതാണ് ഐനം. ഇവിടെയും വന്നിട്ടുണ്ട് കൈനം, ഈ ഇവിടെയും വന്നിട്ടുണ്ട്. സോ ദം എന്ന് വെച്ചാൽ ദേനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, ഐനം എന്ന് വെച്ചാൽ എ അല്ലെങ്കിൽ ആനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കൈനം എന്ന് വെച്ചാൽ നോട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ നോയിട്രമാണ് നോക്കുന്നത്. ഇവിടെ നോയിട്രമും ചേഞ്ച് നടത്തിയിട്ടുണ്ട്. അക്യുസാറ്റീവ് പറയുകയാണെങ്കിൽ മാസ്കുലിൻ മാത്രമല്ല ചേഞ്ച് ആയിട്ടുള്ളത്, പക്ഷേ ഡാറ്റീവ് പറയുകയാണെങ്കിൽ നോയിട്രമും ചേഞ്ച് ആയിട്ടുണ്ട്. നോയിട്രമിൽ ദം ആണ്. ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ദം ആണ്. ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ഐനം ആണ്. നെഗേഷൻ ആർട്ടിക്കിൾ കൈനമാണ്. സോ ദമിൻ്റെ മീനിങ് ദ ആണ്. ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ അല്ലേ? ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ഇൻഡിക്കേറ്റ്സ് ദ. അതുപോലെ തന്നെ ഐനം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഉൺബെസ്റ്റിംറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ എ അല്ലെങ്കിൽ ആൻ. അതുപോലെ തന്നെ കൈനം എന്ന് വെച്ചാൽ നെഗേഷൻ ആർട്ടിക്കിൾ നോട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ വരുമ്പോൾ ഫെമിനൈനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ദർ ആണ്. ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ദർ ആണ്. ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ഐനർ. ഇവിടെ ദർ ഉണ്ടാകുമ്പോൾ ഇവിടെ ഐനർ ആണ്. അതുപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ കൈനർ. സോ ദർ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ആണ്, ഐനർ ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ആണ്, കൈനർ നെഗേഷൻ ആർട്ടിക്കിൾ ആണ്. അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലൂറലാണ്. സോ പ്ലൂറൽ ദെന്നാണ്. ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ദെന്നാണ്. ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ വരത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്യുസാറ്റീവിനും വരത്തില്ല, നോമിനേറ്റീവിനും വരത്തില്ല. സോ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഡാറ്റീവിൻ്റെ പ്ലൂറലാണ്. പ്ലൂറലിൽ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ദെന്നാണ്. ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ വരുമ്പോൾ എ അല്ലെങ്കിൽ ആൻ ഇവിടെ വരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോമിനേറ്റീവ് കേസ് ആയാലും ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ പ്ലൂറലിന് വരത്തില്ല. അക്യുസാറ്റീവ് ആയാലും ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ വരത്തില്ല പ്ലൂറലിന്. അതുപോലെ തന്നെ ഡാറ്റീവ് കേസിനും പ്ലൂറലിന് ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ വരത്തില്ല. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നെഗേഷനാണ്. ഇവിടെ എൻഡിങ് എന്താണ്? ദെൻ അല്ലേ? അതുകൊണ്ടാണ് ഇവിടെയും കൈനെന്ന് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇവിടെയും എൻഡിങ് കൈനൻ ആണ്. ഇപ്പോൾ നമ്മൾ നോമിനേറ്റീവിൽ നോക്കുകയാണെങ്കിൽ എൻഡിങ് എന്താണ്? കൈന അല്ലേ? അതുപോലെ തന്നെ അക്യുസാറ്റീവിൽ നോക്കുകയാണെങ്കിൽ കൈന. പക്ഷേ ഡാറ്റീവിൽ കൈനൻ, കാരണം എൻഡിങ് ഇ എൻ അല്ലേ? ഓക്കെ. സോ നമ്മൾ നോമിനേറ്റീവ് കേസിൻ്റെ, അക്യുസാറ്റീവ് കേസിൻ്റെ, അതുപോലെ തന്നെ ഡാറ്റീവ് കേസിൻ്റെ ബെസ്റ്റിംറ്റർ, ഉൺബെസ്റ്റിംറ്റർ, നെഗേഷൻ ആർട്ടിക്കിൾ നമ്മൾ നോക്കിയായിരുന്നു.
സോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ഈ അക്യൂസാറ്റീവ് കേസും ഡാറ്റീവ് കേസും എങ്ങനെ നമ്മൾ വേർതിരിച്ച് കാണാമെന്ന്. ഒരു സെൻറ്റൻസിൽ അക്യൂസാറ്റീവ് ആണോ വരുന്നത്, ഡാറ്റീവ് ആണോ വരുന്നത്, നോമിനാറ്റീവ് ആണോ വരുന്നതിന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന്. സോ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേർബ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ ഈ വേർബ് ലിസ്റ്റ് നമുക്ക് നോമിനാറ്റീവായിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ട്, അക്യൂസാറ്റീവായിട്ട് കുറച്ച് വേർബ് ലിസ്റ്റ് ഉണ്ട്, ഡാറ്റീവായിട്ട് കുറച്ച് വേർബ് ലിസ്റ്റ് ഉണ്ട്. സോ അതിനെ നമുക്കിപ്പോൾ നോക്കാം.